ആദ്യമായിട്ട് എൻ്റെ വന്നിരിക്കുന്ന ഒരു മൂവിയാണ് എട്ടേകാൽ സെക്കൻഡ് എന്ന് പറയുന്നത്. അതിൽ എൻ്റെ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നീതു എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഒരു സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്, ബോംബെയിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയായിട്ടാണ്. പിന്നെ പടത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലവ് സ്റ്റോറിയാണ്. ഇതിൽ ലവ് മാത്രമല്ല, ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയും ഫാമിലി റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്ട്രെങ്തും ഒക്കെ കൂടി കാണിക്കുന്ന എടുത്ത് കാണിക്കുന്ന ഒരു ഫിലിമാണ് എട്ടേകാൽ സെക്കൻഡ്. ലവ് മാത്രമായിട്ട് ഒരു പയ്യനും ഒരു പെൺകുട്ടിയും പ്രേമം അത് മാത്രമായിട്ട് പോവാണ്ട് അതിൻ്റെ ഒരു ഇമോഷൻസ് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്ട്രെങ്തും കൂടെ കാണിക്കുന്ന ഒരു മൂവി ആയിരിക്കും എട്ടേകാൽ സെക്കൻഡ്. പിന്നെ ഇതിലെ എൻ്റെ ക്യാരക്ടറിനെ വെച്ച് നോക്കുകയാണെങ്കിലും ഇതിന് മുമ്പത്തെ മൂവീസ് പോലല്ല. ഇതിനു മുമ്പ് ഞാൻ ചെയ്തതെല്ലാം കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. ചേട്ടായിസ്, റെഡ് വൈന്, സലാം കാശ്മീർ ആണെങ്കിലും ഒക്കെ കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഏജ് വെച്ചിട്ട് നോക്കുമ്പോൾ ഒരുപാട് ദൂരെ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നു ചെയ്തത്. അപ്പോൾ ഇതിലെ ഈ ക്യാരക്ടർ എട്ടേകാൽ സെക്കൻഡിലെ ഈ നീതു എന്ന് പറഞ്ഞ ക്യാരക്ടർ എൻ്റെ ഏജുമായിട്ട് കുറച്ച് അടുത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിട്ട് ബ്ലെസ്സിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഒരു ലവ് സ്റ്റോറി, അതിനൊരു ഫാമിലി ഒരു എലമെൻറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സിമ്പിൾ മൂവിയാണ്. നമ്മൾ വലിയ ഭയങ്കര ഡിഫറെൻ്റ് ആണ്, ഭയങ്കര സംഭവമാണ് അങ്ങനെയൊന്നും നമ്മൾ അവകാശപ്പെടാൻ പോകുന്നില്ല. ഒരു സിമ്പിൾ ഒരു മൂവിയാണ്. എല്ലാവർക്കും വന്ന് കണ്ട് ഫാമിലി ആയിട്ട് വന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അത്രയും നമ്മൾ അവകാശപ്പെടുന്നുള്ളൂ. പിന്നെ ഒരു 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 പ്രേമത്തിൻ്റെ ഒരു ക്യൂട്ട്നെസ് ഉണ്ട് പടത്തിന്. ആ റിലേഷൻഷിപ്പിൻ്റെ ഒരു ക്യൂട്ട്നെസ് ആണ് എനിക്ക് ഇഷ്ടമായിട്ട് ഫീൽ ചെയ്തത്, നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൽ ഞാൻ ഒരു കാര്യം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ചെയ്തത്, ഒരു സോങ് ചെയ്തു അണ്ടർ വാട്ടറായിട്ട്. അപ്പം സോങ്സ് ഞാൻ ഇതുവരെ ഇത്രയും പടം ചെയ്തെങ്കിലും ഏറ്റവും വളരെ കുറച്ച് സോങ്സ് ചെയ്തിട്ടുള്ളൊരു നായിക ഉണ്ടെങ്കിൽ അത് ഞാനായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇതിലൊരു എക്സ്പെരിമെൻ്റലായിട്ട് നമ്മൾ ചെയ്തൊരു കാര്യമാണ് അണ്ടർ വാട്ടർ സോങ് ചെയ്തു. നീന്തൽ പോലും അറിയത്തില്ലാത്ത ഞാൻ പോയി അണ്ടർ വാട്ടർ സോങ് ചെയ്തു. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. പക്ഷേ ഷൂട്ടിന് മുമ്പ് ഒരു 2-3 ദിവസം പോയി കുറച്ച് ഒന്ന് ഫ്ലോട്ട് ചെയ്ത് കിടക്കാനും ഒന്ന് ബാലൻസ് ചെയ്യാനും കുറച്ചൊക്കെ ശ്വാസം പിടിച്ച് മുങ്ങി കിടക്കാനുള്ളതും പഠിച്ചിട്ടാണ് ഞാൻ പോയി ഷൂട്ട് ചെയ്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആദ്യമേ ഇത് സോങ്ങാണ് ഷൂട്ട് ചെയ്യുന്ന, വെള്ളത്തിൻ്റെ അടിയിൽ മൊത്തം സോങ് ആണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു ഷോട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, വെള്ളത്തിൽ പേടിയുണ്ടോ, വെള്ളം പേടിയുണ്ടോ എന്നൊക്കെയാണ് ആദ്യമേ ചോദിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് അറിഞ്ഞത് സോങ് മൊത്തം വെള്ളത്തിൻ്റെ അടിയിലാണെന്ന്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും സംഭവം എന്നൊക്കെ അറിയാൻ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ്. 3 ദിവസം കൊണ്ട് സോങ്ങിൻ്റെ ഷൂട്ടൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞു. 3-ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് ശ്വാസമൊക്കെ കുറച്ച് അധികം നേരം വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനുള്ളൊരു കപ്പാസിറ്റിയൊക്കെ കിട്ടി. ഒരു മിനിറ്റോളം വെള്ളത്തിനടി മുങ്ങിക്കിടക്കാനൊക്കെ പറ്റിയായിരുന്നു. അപ്പം അത് അവിടുന്ന് കിട്ടിയൊരു കഴിവാണെന്ന് പറയാം. റിസ്ക് എടുക്കാൻ മടിയുള്ള കൂട്ടത്തിലൊന്നുമല്ല. എന്നുവെച്ചാൽ വലിയ അങ്ങനെ ഉള്ള റിസ്ക് അല്ല, ഇത് നമുക്ക് സാധിക്കാവുന്ന ഒരു കാര്യമാണെന്ന് ഫീൽ ചെയ്തു. പിന്നെ ആരും എടുത്തിട്ടില്ലാത്തൊരു കാര്യമാണല്ലോ അണ്ടർ വാട്ടർ സോങ്. ഒരു സോങ് മുഴുവനും വെള്ളത്തിൻ്റെ അടിയിൽ, ചില ഷോർട്സൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ സോങ് മുഴുവനായിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ. അപ്പം അങ്ങനെ ഒരു സംഭവം വരുവാണെന്ന് വന്നപ്പോഴത്തേക്കും നമുക്ക് ചെയ്യാം, അതിനൊരു ചാൻസ് കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അത് ചെയ്യാം, ഭംഗിയാക്കണം, അങ്ങനെയുള്ളൊരു ഫീലാണ് ഉണ്ടായത്. അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ എല്ലാവരും ഉണ്ട്, പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, വെള്ളം പേടിയൊന്നുമില്ല. പിന്നെ എല്ലാവരും ഉണ്ടല്ലോ, നമ്മുടെ കൂടെ തന്നെ എല്ലാവരും ഉണ്ട്. അങ്ങനെ റിസ്ക് അങ്ങനെ അതിൻ്റെ കാര്യമില്ലായിരുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ശരിക്കും ഇതെങ്ങനെ വരും, റിസൾട്ട് എങ്ങനെയാവും, എങ്ങനെയായിരിക്കും വരിക, അങ്ങനെയൊക്കെയുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാൻ നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പം അതിന് ക്യാരക്ടറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പടത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ സന്തോഷമുള്ളൂ. അതിന് അങ്ങനെ ടെൻഷൻ അടിക്കുകയോ അങ്ങനെയൊന്നുമില്ല. ഈ പാട്ട് കണ്ടപ്പോൾ സന്തോഷം തന്നെയാണ് തോന്നിയത്. കാരണം എനിക്ക് തന്നെ അറിയാം, ഞാൻ വലിയ കാര്യമായിട്ട് നീന്തൽ പഠിച്ചിട്ട് പോയൊന്നും അല്ല. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്തപ്പോഴാണെങ്കിലും
നീന്തലിനോ ഒന്നും അല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തത്, അല്ലെങ്കിൽ അതിൻ്റെ ഭയങ്കര വെള്ളത്തിൻ്റെ അടിയിലുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെയല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത്, ഇമോഷൻസ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ രീതിയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തത്. അപ്പോൾ അത് സോങ് കണ്ടപ്പോഴത്തേക്കും ആ ഇമോഷൻസ് കൺവേ ആയിട്ടുണ്ട്, അത് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് വന്നപ്പോൾ സന്തോഷമായി. കാരണം ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതൊക്കെ ആണെങ്കിലും കുറച്ച് അണ്ടർ വാട്ടർ ഷോട്ട്സ് ഒക്കെ ഇങ്ങനെ വേറെ പടങ്ങളിലാണെങ്കിലും കണ്ടിട്ടുള്ളതാണെങ്കിലും അത്ര ഇമോഷൻസ് അങ്ങനെ അധികം വന്നിട്ടുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഇതിലിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ ഈ പൂളിനകത്ത് കുറേ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ടായിരുന്നു. ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പോലെ ഒരു ടേബിളും ചെയറൊക്കെ വെച്ചിട്ട് അങ്ങനെ പലതരത്തിലുള്ള പ്രോപ്പർട്ടീസും നമ്മൾ ഈ പൂളിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ഇത് നല്ലതാവണം അങ്ങനെ നമുക്ക് തന്നെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മാക്സിമം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാനും തയ്യാറായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ വന്നപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ വന്നിട്ടുണ്ട് എന്ന് ഫീൽ ചെയ്തപ്പോൾ ഹാപ്പിയായി.